നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദുരനുഭവം നിങ്ങളിൽ നിന്നൊരിക്കലും എനിക്കുണ്ടാകാത്ത, പ്രത്യേകിച്ചും മാധ്യമരംഗത്തുള്ള ദൃശ്യമാധ്യമങ്ങളോടായാലും പത്രമാധ്യമങ്ങളും എല്ലാം തന്നെ എന്നോട് വളരെ സൗഹൃദമായും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെല്ലാം തന്നെ വളരെ സഹകരണവും സഹായവും എനിക്കേറെ നൽകിക്കൊണ്ടിരിപ്പുണ്ട്. ഈ സന്ദർഭത്തിലാണ് എനിക്കുണ്ടായ ഒരു ദുരനുഭവവും ദുഃഖവും ആലപ്പുഴക്കാരായ നിങ്ങളെ വിളിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ വിളിച്ച് നിങ്ങൾ സത്യസന്ധമായി ഞാൻ പറയുന്നതെല്ലാം ലോകമെമ്പാടും അറിയിക്കും എന്നുള്ള എനിക്കുള്ള വിശ്വാസവും കൊണ്ടാണ് നിങ്ങളെ എല്ലാം വിളിച്ച് ഈ ഒരു പത്രസമ്മേളനവും ദൃശ്യ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ട് നടന്നൊരു സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ശിവഗിരി തീർത്ഥാടനം, ആ തീർത്ഥാടനത്തിൽ നടക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ, ഒന്ന് തമിഴ്നാട്, കർണാടക, അന്ന് കേരള മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള വലിയ മഹാരഥന്മാർ സംബന്ധിക്കുന്ന വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ എൻ്റെ ഊഴം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മണി 12 നിങ്ങളൊന്ന് ആലോചിക്കണം. എൻ്റെ പ്രായം, എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത്. ഞാൻ ചോദിച്ചു, നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തിന് നമ്മൾ ഇവിടെ വെച്ചത് വേണോ? ഇത് ശിവഗിരിയാണ്. ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രവും കാര്യക്കാരവും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. അവർ സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ, ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ, ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കല്ല, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എൻ്റെ നേരെ ഇങ്ങോട്ട് വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞ്, ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിബ് ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞതാണ്. കാരണം ഒരു ധർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവർ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവരെത്തുന്നവർ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ, അതിൻ്റേതൊരു മര്യാദയും വേണ്ട എന്നോട് സംസാരിക്കാൻ, ദാർഢ്യത്തോട് സംസാരിക്കാൻ. ഞാൻ അപ്പോൾ ഇപ്പറേ നിൽക്കുന്നവർ ഉണ്ട്, അവരെല്ലാം വളരെ എന്നെയായിട്ട് ഞാനുടനെ ഇയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തട്ടി മാറ്റി എന്നുള്ളത് ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ ചാനൽ എത്ര നാളായി എൻ്റെ ചോരയ്ക്ക് വേണ്ടി കുടിക്കുന്നു. ഈ ചാനൽ എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്ത്? അവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തട്ടെ, അവരെന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന്. അവരുടെ മുകളിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരുപാട് പലിശ രാജാക്കന്മാരും അണ്ണക്കോട്ടും മണിമുടക്കുന്നവരും ഉൾപ്പെടെയുള്ള പലരുമുണ്ട്. ഇവരൊന്നാമനാകാൻ വേണ്ടിയിട്ട് തന്നെ ബാക്കി ചാനലെല്ലാം ആക്ഷേപിച്ചെന്തെല്ലാം 24 മുട്ടുന്നു, ഏഷ്യാനെറ്റുമായിട്ട് മുട്ടുന്നു, ഇവിടെ മുട്ടാത്ത ചാനലുകാരുമായിട്ട് എല്ലാം മുട്ടുക, രാഷ്ട്രീയക്കാരായിട്ട് എല്ലാവരുമായിട്ട് മുട്ടുക. ഈ മുട്ടിമുട്ടി ഇവരാരാണ്? പൊന്നുതമ്പരാനാണ്. എന്നെ വേട്ടയാണെന്ന് ഞാൻ വല്ലതും പറഞ്ഞുള്ളത് ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയണത്? എന്ത് കാര്യം എന്നെ ഇങ്ങനെ ആക്ഷേപിക്കാൻ? ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയുന്നതിന് പകരം അത് ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി. അവർക്ക് ആരോണ്ടൊക്കെ അച്ചാരം മേടിച്ചുകൊണ്ട് അവരുടെ ടിക്കറ്റും മേടിച്ച് ഫോറിലും ദുബായിലൊക്കെ പലരും പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടു. എന്തു ആകട്ടെ, ഞാൻ എന്താ തെറ്റത്?